ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ K2 2024 സ്കീമിൻ്റെ എക്സാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ നമ്മുടെ S4ൻ്റെ സോയിൽ മെക്കാനിക്സ് എന്നുള്ള സബ്ജക്റ്റിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിറൈവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോയിഡ് റേഷ്യോ ആൻഡ് പോറോസിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഓഫ് വോയിഡ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സോളിഡ് ആണ്. അതായത് നമുക്ക് സപ്പോസ് ഇങ്ങനൊരു സോയിലുണ്ട്. നമ്മൾ സോയിലിൻ്റെ 3 ഫേസ് ഡയഗ്രാം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ സോയിലിൽ 3 സാധനങ്ങളുള്ളത് എന്തൊക്കെയാണ്? സോയിലിന് ഇടയിലായിട്ട് എയർ ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും ആൻഡ് സോൾട്ട് പാർട്ടിക്കിൾ ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഈ എയറിനെയും വാട്ടറിനെയും ചേർത്തിട്ടാണ് നമ്മൾ വോയിഡ് എന്ന് പറയുന്നത്. സോയിലിനകത്തുള്ള വോയിഡാണ് എയറും വാട്ടറും എന്ന് പറയുന്നത്. പിന്നെ സോളിഡ്. ഇനി നമ്മൾ ഈ എയറിൻ്റെ വോളിയത്തിനെ നമ്മൾ VA എന്നും വാട്ടറിൻ്റെ വോളിയത്തെ VW എന്നും സോളിഡിൻ്റെ വോളിയത്തെ VS എന്നുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ വോളിയല്ല നമ്മൾ ഈ ഭാഗത്തായിട്ടോ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ സൈഡിൽ നമ്മൾ വെയിറ്റ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് വെയിറ്റ് ഓഫ് എയർ എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആയതുകൊണ്ട് നമ്മളത് എഴുതാറില്ല. ആൻഡ് വെയിറ്റ് ഓഫ് വാട്ടർ W, വെയിറ്റ് ഓഫ് സോളിഡ് WS. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സോ അപ്പോൾ നമുക്ക് നോക്കാം. വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് വോളിയം ഓഫ് വോയിഡ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സോളിഡ് ആണ്. അപ്പോൾ വോയിഡ് നമ്മൾ പറഞ്ഞു, വോളിയം ഓഫ് വോയിഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ വരും? വോളിയം ഓഫ് എയറും വരും, വോളിയം ഓഫ് വാട്ടറും വരും. ഓക്കെ, ഇനി പോറോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എന്താണ്? വോയിഡ് റേഷ്യോയും പോറോസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പോറോസിറ്റി എന്ന് പറയുന്നത് വോളിയം ഓഫ് വോയിഡ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം. അപ്പോൾ ഈ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ടോട്ടൽ വോളിയം ഞാനിപ്പോൾ ഈ 3 ഫേസ് ഡയഗ്രാം വരച്ചപ്പോൾ ഈ ഒരു ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് സോളിഡ് പ്ലസ് വോളിയം ഓഫ് വോയിഡ് അല്ലേ? ഈ വോളിയം ഓഫ് വോയിഡിനകത്താണ് VA പ്ലസ് VW എന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ വോളിയം ഓഫ് വോയിഡ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം എന്ന് എഴുതി. ഇത് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഈ പോറോസിറ്റിയുടെ റെസിപ്രോക്കൽ എടുക്കുകയാണ്. ദാറ്റ് ഈസ് V ഡിവൈഡ് ബൈ VV എന്ന് എഴുതി. എന്നിട്ട് ഈ ടോട്ടൽ V എന്ന് പറഞ്ഞു, ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വോളിയം ഓഫ് വോയിഡ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സോളിഡ് ആണ്. അതാണ് ഞാനിവിടെ മുകളിൽ എഴുതിയിരിക്കുന്നത്. സോ നമ്മൾ ഇതിനെ ഓരോന്നിനും ആയിട്ട് ഡിവൈഡ് ചെയ്യുക. നമ്മളിതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നു. സോ VS ബൈ VV പ്ലസ് VV ബൈ VV. VV ബൈ VV എന്ന് പറയുന്നത് എന്ത് വരും? ഇവിടെ VV ബൈ VV. ഓക്കെ, VS ബൈ VV പ്ലസ് VV ബൈ VV എന്ന് വരും. VV ബൈ VV 1 ആണ്. ആൻഡ് VS ബൈ VV എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇതിൻ്റെ റെസിപ്രോക്കൽ അല്ലേ? സോ 1 ബൈ E എന്ന് എഴുതി. സോ നമുക്ക് എന്താ 1 ബൈ N ഇസ് ഈക്വൽ ടു 1 പ്ലസ് E ബൈ E. അതെങ്ങനെ? നമ്മൾ ഇതിപ്പോൾ 2 ഫ്രാക്ഷനായിട്ടാണ് കിടക്കുന്നത്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം, ഡിനോമിനേറ്റേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. സോ E എന്ന് താഴെ വരും. പിന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. സോ 1 പ്ലസ് E എന്ന് വരും. ഇനി അപ്പോൾ N ഇസ് ഈക്വൽ ടു ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ N ഇസ് ഈക്വൽ ടു E ഡിവൈഡ് ബൈ 1 പ്ലസ് E എന്ന് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു എഴുതാം E ഇസ് ഈക്വൽ ടു N ഡിവൈഡ് ബൈ 1 മൈനസ് N എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെയിം ആൻഡ് ഡിഫൈൻ 2 ഫോഴ്സസ് വിച്ച് റീടാർഡ് ദ ഡൗൺവേർഡ് വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ സെറ്റിലിംഗ് ഇൻ സസ്പെൻഷൻ. ഓക്കെ, നമ്മുടെ സ്റ്റോക്സ് ലോയുമായി ബന്ധപ്പെട്ട് വരുന്നതാണിത്. അതായത് നമ്മളൊരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ, നമുക്ക് ഇങ്ങനെ ഒരു ബീക്കർ ഉണ്ടെന്ന് വയ്ക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് സോളിഡ് പാർട്ടിക്കിൾസിനെ എടുത്തിടുവാണ്. ഇതിനകത്ത് ഫുള്ള് വെള്ളമാണെന്ന് വയ്ക്കുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സോളിഡ് പാർട്ടിക്കിൾസ് താഴേക്ക് വരുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഡൗൺവേർഡ് ഫ്ലോയെ ഒപ്പോസ് ചെയ്തുകൊണ്ട് 2 ഫോഴ്സസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡ്രാഗ് ഫോഴ്സും ബോയൻ ഫോഴ്സും. ഈ ഡ്രാഗ് ഫോഴ്സും ബോയൻ ഫോഴ്സ് കാരണം ഈ താഴോട്ട് വരുന്ന പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് റീടാർഡ് ആവും, അതായത് കുറയും. ഓക്കെ, അപ്പോൾ ഡ്രാഗ് ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എക്സർട്ടഡ് ബൈ ദ ഫ്ലൂയിഡ് ഓൺ ദ സർഫസ് ഓഫ് മൂവിങ് പാർട്ടിക്കിൾ. ഓക്കെ, ഈ ഒരു ഫ്ലൂയിഡ് ഇവിടെ ഉള്ള മൂവിങ് പാർട്ടിക്കിളിൻ്റെ മുകളിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. നമ്മളിപ്പോൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മോഷനെ ഒപ്പോസ് ചെയ്യുന്നത് ഒരു ഫോഴ്സാണ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞത്. അതേപോലെ ഈ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യും? ഈ ഒരു ഇതിനകത്തുള്ള സോളിഡ് പാർട്ടിക്കിൾസിനകത്തേക്ക് താഴേക്ക് സെറ്റിലാവുന്ന സോളിഡ് പാർട്ടിക്കിൾസിലേക്ക് ഒരു ഫ്രിക്ഷൻ എക്സേർട്ട് ചെയ്യും. ആ ഒരു റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഡ്രാഗ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ബോയൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു അപ്വേർഡ് ഫോഴ്സ് തന്നെയാണ് ഇതും. എക്സേർട്ടഡ് ഓൺ എ ബോഡി ഇമേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ എ പാർട്ടിക്കിൾ. അതായത് ഞാനിപ്പോൾ വെറുതെ, നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, വെറുതെ ഞാനൊരു ബീക്കറിൽ വെള്ളം എടുത്തിട്ട് ഇതാണ് വെള്ളം. ഓക്കെ, അതിലേക്ക് ഞാൻ കുറച്ച് മണ്ണെടുത്തിടുകയെന്ന് വെച്ചു. സോ ഞാൻ എത്ര മണ്ണിടുന്നോ അത്രയും തന്നെ ഇവിടെ എന്ത് ചെയ്യും? ഇതിൻ്റെ വാട്ടർ ഡിസ്പ്ലേസ് ആവും. ഇത്രയും വാട്ടർ ഡിസ്പ്ലേസ് ആയെങ്കിൽ അതിനർത്ഥം എന്താണ്? വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്. അപ്പോൾ ഇത്രയും ഭാഗത്തെ വെയിറ്റ് എത്രയാണോ ഡിസ്പ്ലേസ് ആയത് അതെന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിക്കിളിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. സോ അതിന് കാരണം ബോയൻസിയാണ്, ആ ഒരു അപ്വേർഡ് ഫോഴ്സ് ആണ്. ഓക്കെ, ഇത് താഴേക്ക് വരുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുന്ന അപ്വേർഡ് ഫോഴ്സാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് ബോയൻ ഫോഴ്സ്. സോ അടുത്ത
റൈറ്റ് ദ ഇക്വേഷൻസ് ടു ഫൈൻഡ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പെർമിബിലിറ്റി ഓഫ് സ്ട്രാറ്റിഫൈഡ് സോഴ്സ്. അപ്പോൾ നമ്മൾ പെർമിബിലിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് സ്മോൾ കെ ആണ്. ഓക്കെ, അപ്പോൾ ഈ പെർമിബിലിറ്റി എന്ന് പറഞ്ഞത് സ്ട്രാറ്റിഫൈഡ് സോയിൽ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പെർമിബിലിറ്റിയുടെ വാല്യൂസ് വരുന്നത് ഫോർ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പെർമിബിലിറ്റി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ എടുത്തേക്കുവാണ്. ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ പെർമിബിലിറ്റി. പറയാൻ കാരണം എന്താണ്, ഇവിടെ ഫ്ലോ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനാണ്. ഇതെന്ന് പറയുന്നത് ഓരോരോ സ്ട്രാറ്റയാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഒന്നാമത്തെ സ്ട്രാറ്റ, ഇത് രണ്ടാമത്തെ സ്ട്രാറ്റ, ഇത് മൂന്നാമത്തെ സ്ട്രാറ്റ, അങ്ങനെ 3 ഡിഫറെൻറ്റ് സ്ട്രാറ്റ ഉള്ള ഒരു സോയിലാണ് ഇതെന്ന് വയ്ക്കുക. അതിൻ്റെ ഓരോന്നിൻ്റെ പെർമിബിലിറ്റിയാണ് K1, K2, K3 എന്ന് പറയുന്നത്. ആൻഡ് അതിലേക്കുള്ള ഫ്ലോ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഹൊറിസോണ്ടലാണ്. ആൻഡ് ഓരോ സ്ട്രാറ്റയുടെയും ഹൈറ്റാണ് H1, H2, H3 എന്ന് പറഞ്ഞ് തന്നേക്കുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ പെർമിബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ പെർമിബിലിറ്റി എന്താണോ അവിടുത്തെ ഹൈറ്റ്, ഇവിടുത്തെ പെർമിബിലിറ്റി എന്താണോ അതിൻ്റെ ഹൈറ്റ്, ഇതിൻ്റെ എല്ലാം കൂടി സം എടുക്കുക. ഓക്കെ, K1 H1 പ്ലസ് K2 H പ്ലസ് K3 H3 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണോ അതിൻ്റെ ഹൈറ്റ് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് ഹൊറിസോണ്ടൽ പെർമിബിലിറ്റി. ഇനി വെർട്ടിക്കൽ പെർമിബിലിറ്റി എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഫ്ലോ എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷൻ, അത് വെർട്ടിക്കൽ ഡയറക്ഷൻ, ഡൗൺവേർഡ് താഴെയായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഫ്ലോ വരുന്നത്. സോ ഇവിടെ ക്യൂ എന്ന് പറയുന്ന ഫ്ലോ വരുന്നുണ്ട്. സോ അന്നേരം ഇവിടെ വരുന്ന പെർമിബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെയും നേരത്തെ ഡിഫറൻറ്റ് ലെയേഴ്സ് ഉണ്ട്. അതിൻ്റെ പെർമിബിലിറ്റീസാണ് K1, K2, K3. അതിൻ്റെ തിക്നെസ്സാണ് H1, H2, H3 എന്ന് വന്ന് തന്നേക്കുന്നത്. ആൻഡ് ഒരു കാര്യം കൂടെ, ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റാണ് H എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയും ടോട്ടൽ ഹൈറ്റാണ് നമ്മൾ H എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ പെർമിബിലിറ്റി KV എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ നമുക്ക് എഴുതാം H ഡിവൈഡഡ് ബൈ H1 ബൈ K1 പ്ലസ് H2 ബൈ K2 എക്സെട്ര പ്ലസ് HN ബൈ KN. അങ്ങനെയാണ് നമ്മൾ എഴുതാൻ. നമുക്കിവിടെ ഇക്വേഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അപ്പോൾ അത് മാത്രം പഠിച്ചാൽ മതി. ഇനി explain the concept of critical hydraulic gradient using phenomenon of quicksand condition. In which type of soil the quicksand condition can be observed. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് quicksand condition എന്ന് അറിയണം, അവിടെ എന്താണ് ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്ന് അറിയുക, ആൻഡ് ഈ quicksand condition എവിടെയാണ് ഒബ്സർവ് ചെയ്യുന്നതെന്ന് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സോയിൽ സിസ്റ്റം, അപ്വേർഡ് ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ദ സോയിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഇതാണ് എൻ്റെ സോയിൽ സാമ്പിൾ. ഇതിലേക്ക് ഇവിടെ നിന്ന് വാട്ടർ ഇങ്ങനെ വന്ന് താഴെ കൂടി മുകളിലേക്കാണ് കയറുന്നത്. ഓക്കെ, അപ്പോൾ കൺസിഡർ ആൻ അപ്വേർഡ് ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ എ സോയിൽ. ഇനി ഇവിടുത്തെ ടോട്ടൽ അപ്വേർഡ് വാട്ടർ ഫോഴ്സ് ഓൺ ദ സോയിൽ മാസ് അറ്റ് ദ ബോട്ടം സർഫസ്. അപ്പോൾ ഇവിടെ വരുന്ന ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ ടോട്ടൽ ഹൈറ്റ്, ഇതുവരെയുള്ള ടോട്ടൽ ഹൈറ്റ് എത്രയാണ്, ഈ H+L എന്ന് പറയുന്നത് അവിടുത്തെ ടോട്ടൽ ഹൈറ്റ്. ഓക്കെ, അതേ ഇൻറ്റു ഗാമ W ഇൻറ്റു A എന്ന് വരും. ഓക്കെ, ഗാമ H+L ഇൻറ്റു ഗാമ W ഇൻറ്റു A എന്ന് പറയുന്നതാണ് അവിടുത്തെ ടോട്ടൽ ഫോഴ്സാണ്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ പ്രഷർ ഇൻറ്റു ഏരിയയാണ്. അപ്പോൾ പ്രഷറാണ് നമുക്ക് ശരിക്കും ഇതിൽ നിന്ന് കിട്ടുന്നത്. ഗാമ W ഇൻറ്റു H+L ചെയ്യുമ്പോൾ പ്രഷർ കിട്ടും, അതേ ഇൻറ്റു ഏരിയ ചെയ്യുമ്പോൾ അവിടുത്തെ ടോട്ടൽ അപ്വേർഡ് ഫോഴ്സ് കിട്ടും. ഓക്കെ, ഇനി ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ് അറ്റ് ദ ബോട്ടം സർഫസ്, അതായത് മുകളിൽ നിന്ന് താഴേക്ക് എത്രയേ വരുന്നുള്ളൂ, അപ്പോൾ ഈ ഇവിടുത്തെ സാച്ചുറേറ്റഡ് സാമ്പിളിൻ്റെ വെയിറ്റ് മാത്രമേ വരുന്നുള്ളൂ. സോ വെയിറ്റ് ഓഫ് സോയിലിൻ്റെ സാച്ചുറേറ്റഡ് കണ്ടീഷൻ അത് നമുക്ക് എങ്ങനെ എഴുതാം, ഗാമ സാറ്റ് ഇൻറ്റു L ഇൻറ്റു A. ഗാമ സാറ്റ് ഇൻറ്റു L എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രഷറായി, അതേ ഇൻറ്റു ഏരിയ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗാമ സാറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ സാമ്പിളിൻ്റെ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു ഈ സാമ്പിളിൻ്റെ ലെങ്ത്, ഇത്രയും ഡിസ്റ്റൻസിലല്ലേ അയക്കുന്നത്, നിങ്ങൾ FM-ലൊക്കെ പഠിക്കുന്നതാണ് ഇത് എഴുതാൻ, ഇൻറ്റു അവിടുത്തെ ക്രോസ് സെക്ഷൻ ഏരിയ. ഇനി ഇതെന്ന് പറയുന്നത് നമുക്ക് എഴുതാം, ഗാമ സാറ്റിൻ്റെ നമ്മളെ ഇക്വേഷൻ ഉണ്ട് G+E ഡിവൈഡ് ബൈ 1+E ഇൻറ്റു ഗാമ W. ഇത് നിങ്ങൾ കാണാൻ പഠിക്കേണ്ട ഒരു ഇക്വേഷനാണ്, ഫസ്റ്റ് ചാപ്റ്ററിൽ ഉള്ളതാണ്. G എന്നാണ് സ്പെസിഫിക് ഗ്രാവിറ്റി, E എന്നാണ് നമ്മൾ പറഞ്ഞ വോയിഡ് റേഷ്യോ ആണ്, അതേ ഇൻറ്റു L ഇൻറ്റു A എന്ന് എഴുതി. ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ സൈഡ്സിൽ നിന്നും ഒരു ഫ്രിക്ഷനും അനുഭവപ്പെടുന്നില്ല എന്നാണ് നമ്മൾ ക്വിക്സാൻഡ് കണ്ടീഷനിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു Hൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ഈ സോയിലിനെ വാഷ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് എടുത്തുകൊണ്ട് പോകും. ഓക്കെ, എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. എന്നാണ് ഈ ഒരു H കൂടുന്നതിനനുസരിച്ച് ഇവിടെ നിന്നുള്ള മുകളിലോട്ടുള്ള ഫോഴ്സ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് ഈ സോയിൽ പാർട്ടിക്കിൾസിനെ കൂടി അത് പൊക്കി എടുത്തുകൊണ്ട് പോകുമെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. അങ്ങനെ ആ ഒരു കണ്ടീഷനിൽ നമ്മുടെ രണ്ട് ഫോഴ്സസ്, അതായത് അപ്വേർഡ് ഫോഴ്സും ഡൗൺവേർഡ് ഫോഴ്സും എന്താണ് ഈക്വൽ ആയിരിക്കും. എപ്പോഴാണോ അത് ഇൻ ദ വെർജ് ഓഫ് ആ ഒരു കണ്ടീഷൻ. ഓക്കെ, അതായത് വാഷ് ഔട്ട് ആവുന്ന ആ ഒരു കണ്ടീഷനിൽ, അതിന് തൊട്ട് മുന്നേയുള്ള കണ്ടീഷൻ രണ്ടും ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റിൻ്റെ ഇക്വേഷൻ അറിയാം, I = H/L ആണ്. സോ ഇതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് H/L എന്നുള്ള ഫോർമുലയിലാക്കുമ്പോൾ നമുക്ക് G-1 ഡിവൈഡ് ബൈ 1+E എന്നാണ് കിട്ടുന്നത്. ഇതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു അപ്വേർഡ് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ്, അതായത് G-1 ഡിവൈഡ് ബൈ 1+E എന്ന് പറയുന്ന ഒരു അപ്വേർഡ് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ
ആ സമയത്ത് അവിടെ എന്തുണ്ടാകും, നമ്മൾ പറഞ്ഞു മുകളിലേക്ക് വാഷ് ഔട്ട് ചെയ്തുകൊണ്ട് പോകുകയെന്ന് പറഞ്ഞു. അതിനെ നമ്മൾ വിളിക്കുന്ന ബോയിലിംഗ് ഓഫ് സാൻഡ് എന്ന് വിളിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ക്വിക്സാൻഡ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ദിസ് ഗ്രേഡിയൻറ്റ് ഈസ് ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ്. അപ്പോൾ ഈ ഒരു ഗ്രേഡിയൻറ്റിന് നമ്മൾ ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത്. ഈ ക്വിക്സാൻഡ് കണ്ടീഷൻ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാകും. അതായത് നമ്മുടെ ദേവദൂതൻ സിനിമയിലെ ലാസ്റ്റ് മുരളി വന്ന് ഒരു കുഴിയിൽ വീണിട്ട് എണീക്കാൻ പറ്റാണ്ട് അതങ്ങ് താന്നു പോകും അല്ലേ, അത് ക്വിക്സാൻഡ് കണ്ടീഷനാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂവിലായപ്പോഴത്തേക്കും അതിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സോയിലിന് അതിൻ്റെ സ്ട്രെസ് എല്ലാം നഷ്ടപ്പെടും, ബിയറിംഗ് കപ്പാസിറ്റി എല്ലാം നഷ്ടപ്പെട്ട് അത് ബോയിൽ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അതിനാണ് ബോയിലിംഗ് സാൻഡ് അല്ലെങ്കിൽ ക്വിക്സാൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ക്വിക്സാൻഡ് കണ്ടീഷനിൽ ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് അപ്രോക്സിമേറ്റ്ലി 1 എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ക്വിക്സാൻഡ് കണ്ടീഷൻ എവിടെ ഉണ്ടാകുമെന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതെന്ന് പറഞ്ഞാൽ മോർ കോമൺലി ഇൻ ഫൈൻ സാൻഡ് വിത്ത് ലോ പെർമിബിലിറ്റി ഉള്ള ഫൈൻ സാൻഡിലാണ് ക്വിക്സാൻഡ് കണ്ടീഷൻ നമ്മൾ കാണുന്നത്. ദെൻ വാട്ട് ആർ നോർമലി കൺസോളിഡേറ്റഡ്, ഓവർ കൺസോളിഡേറ്റഡ്, അണ്ടർ കൺസോളിഡേറ്റഡ് സോയിൽ. ഓക്കെ, കൺസോളിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്ന് നിങ്ങൾ ആദ്യം അറിയണം. കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൺസോളിഡേഷൻ 2 ടൈപ്പ് ഉണ്ട്. പ്രൈമറി കൺസോളിഡേഷൻ ഉണ്ട്, സെക്കൻഡറി കൺസോളിഡേഷൻ ഉണ്ട്. പ്രൈമറി കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ഡ്യൂ ടു എക്സ്പേർഷൻ ഓഫ് വാട്ടർ. അതായത് ഞാനിപ്പോൾ ഒരു സാച്ചുറേറ്റഡ് സാമ്പിളാണ്. സാച്ചുറേറ്റഡ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതിൻ്റെ വോയിഡ്സ് എല്ലാം വെള്ളം നിറഞ്ഞ് നിൽക്കുകയാണ്, അവിടെ വാട്ടർ ഇല്ല. ആ സോയിൽ സാമ്പിളിൽ എയർ ഇല്ല, ഫുള്ള് വെള്ളം നിറഞ്ഞിരിക്കുകയാണ്, സോളിഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ലോഡ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ വാട്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി പൊങ്ങി എസ്കേപ്പ് ആവാൻ തുടങ്ങും. അതിനാണ് നമ്മൾ എക്സ്പെർഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. വീണ്ടും ലോഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, എല്ലാ വാട്ടറും എക്സ്പെല്ലായി പോയി, വീണ്ടും ഞാൻ ലോഡ് കൊടുക്കുകയാണെങ്കിൽ അവിടെ പ്ലാസ്റ്റിക് റീ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് സോളിഡ്സ് നടക്കും. അതായത് ഈ സോളിഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും റീ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കും ഡ്യൂ ടു അവിടുത്തെ അഡ്സോർബ്ഡ് വാട്ടർ കാരണമാണ് അങ്ങനെ നടക്കുന്നത്. ഓക്കെ, അതൊന്നും നമുക്ക് വേണ്ടപ്പോൾ. അപ്പോൾ ഈ പ്രൈമറി സെക്കൻഡറി കൺസോളിഡേഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താണ്, എക്സ്പെർഷൻ ഓഫ് വാട്ടർ കാരണമാണ് അവിടെ കൺസോളിഡേഷൻ നടക്കുന്നത്. ഓക്കെ, നമുക്കിനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ആദ്യം നോർമലി കൺസോളിഡേറ്റഡ് സോയിൽ എന്താണെന്ന് അറിയണം. അതായത് ഇഫ് ദ പ്രസൻറ്റ് സ്ട്രെസ് ഓൺ ദ സോയിൽ ഈസ് അറ്റ് ദ മാക്സിമം സ്ട്രെസ് ദ സോയിൽ ഹാസ് എവർ എക്സ്പീരിയൻസ് ഇറ്റ് ഈസ് ടേംഡ് ആസ് നോർമലി കൺസോളിഡേറ്റഡ് സോയിൽ. അതായത് എൻ്റെത് ഇങ്ങനെ ഒരു സോയിൽ മാസ് ഉണ്ട്, ഇതിലേക്ക് ഞാൻ ഇപ്പോൾ കൊടുക്കുന്ന വെയിറ്റ് അല്ലെങ്കിൽ അവിടുത്തെ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണെന്ന് വയ്ക്കാം. Okay, if the present stress in the soil is the maximum stress the soil has ever experienced. Okay, ഇനി ഇതിൻ്റെ പാസ്റ്റ് ഇപ്പോൾ കൊടുത്തതാണ് ഈ 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി ഇതിന് കുറേ ദിവസങ്ങൾക്ക് മുന്നെയോ അല്ലെങ്കിൽ ഇതിൻ്റെ ലൈഫ് ലോങ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് ഇതുവരെയും ഈ 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന സ്ട്രെസ് കിട്ടിയിട്ടില്ല, അതിനേക്കാളും കുറഞ്ഞ സ്ട്രെസ്സുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഇതുവരെ അതിൻ്റെ ലൈഫ് ടൈമിൽ അനുഭവിച്ച ഏറ്റവും വലിയ സ്ട്രെസ്സാണ്. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ നോർമലി കൺസോളിഡേറ്റഡ് സോയിൽ എന്ന് വിളിക്കുന്നത്. അതായത് പ്രസൻറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇൻ ദ സോയിൽ ഈസ് ദ മാക്സിമം സ്ട്രെസ് ദ സോയിൽ ഹാസ് എവർ എക്സ്പീരിയൻസ്ഡ്. അതായത് മുന്നേയൊക്കെ ഉള്ളത് 10, 8, 7, 6, 5 അങ്ങനെയൊക്കെയുള്ള സ്ട്രെസ്സസ് മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ. ഇപ്പോൾ അനുഭവിക്കുന്നതാണ് അതിൻ്റെ ജീവിതത്തിൽ അത് അനുസരിച്ചിട്ടുള്ള ഏറ്റവും വലിയ സ്ട്രെസ് എന്ന് പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ നോർമലി കൺസോളിഡേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞാൽ. ഇനി ഓവർ കൺസോളിഡേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും പറയുകയാണ്, ഞാൻ എൻ്റെ ഒരു സോയിൽ സാമ്പിളുണ്ട്, അതിൽ പ്രസൻറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെയാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് അതിൻ്റെ പാസ്റ്റിൽ ഒരു 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എപ്പോഴോ അതിനൊരു സ്ട്രെസ് അങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ എന്തുവാണ്, ഇപ്പോൾ പ്രസൻ്റ് ഉള്ള സ്ട്രെസ് എന്ന് പറയുന്നത് മാക്സിമം സ്ട്രെസ് അതിൻ്റെ ലൈഫിൽ അനുഭവിച്ച മാക്സിമം സ്ട്രെസ്സിനേക്കാളും കുറവാണ്. അങ്ങനെയെങ്കിൽ അതിനെ ഓവർ കൺസോളിഡേറ്റഡ് സോയിൽ എന്ന് പറയും. അപ്പോൾ ഇപ്പോഴത്തെ സ്ട്രെസ് എന്ന് പറയുന്നത് നേരത്തെ അനുഭവിച്ച സ്ട്രെസ്സിനേക്കാളും കുറവാണെങ്കിൽ, നേരത്തെ അനുഭവിച്ച മാക്സിമം സ്ട്രെസ്സിനേക്കാളും കുറവാണെങ്കിൽ, അതായത് ഇത് അതിൻ്റെ ലൈഫ് ടൈമിലൊരു 18, 10, 8, 7, 6 അങ്ങനെ പല സ്ട്രെസ്സസ് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മാക്സിമം സ്ട്രെസ് ഏതാ 20 ആണ്. സോ 20യേക്കാളും കുറവാണ് ഇപ്പോൾ അത് അനുഭവിക്കുന്ന സ്ട്രെസ്സ്. സോ അതൊന്നും ഓവർ കൺസോളിഡേറ്റഡ് സോയിലാണ്. ഇനി അണ്ടർ കൺസോളിഡേറ്റഡ് സോയിലാണ്, അത് നേരെ ഇതിന് ഓപ്പോസിറ്റ്. അതായത് ഞാൻ ഇവിടെ ഇപ്പോൾ പറഞ്ഞതിൽ ഇപ്പോൾ അനുഭവിക്കുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ, ഇവിടെ ഇപ്പം നമ്മൾ ലെസ് ദാൻ എന്നാണ് പറഞ്ഞത്, അതിന് പകരം പ്രസൻറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ദ മാക്സിമം സ്ട്രെസ് ഇറ്റ് ഹാസ് എക്സ്പീരിയൻസ്. അതായത് നേരത്തെ അതിനൊരു 5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് വന്നത്. ഓക്കെ, ഇപ്പം അതാണ് അതിൻ്റെ മാക്സിമം സ്ട്രെസ് അത് മുന്നേ അനുഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അതിനേക്കാളും കൂടുതൽ സ്ട്രെസ്സ് ഇപ്പോൾ പ്രസൻ്റ്ലി അതിന് കിട്ടുന്നുണ്ട്. ഓക്കെ, പക്ഷേ അത് ഭാവിയിൽ ഇനിയും കൂടാം. അതാണ് നമ്മൾ അണ്ടർ കൺസോളിഡേറ്റഡ് സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷനൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. അണ്ടർ കൺസോൾ ഇഫ് ദ പ്രസൻറ്റ് സ്ട്രെസ് ഓൺ സോയിൽ ഇസ് മോർ ദാൻ ദ മാക്സിമം സ്ട്രെസ് ഇറ്റ് ഹാസ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ്സ് പാസ്റ്റ് ദെൻ ഇറ്റ് ഈസ് അണ്ടർ കൺസോളിഡേറ്റഡ് സോയിൽ.
ഇനി പോയിൻ്റ് ഔട്ട് എനി 3 ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പാക്ഷനും കൺസോൾട്ടേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ കൺസോൾട്ടേഷൻ ഞാൻ പറഞ്ഞു എന്താണ്, വാട്ടർ എക്സ്പെൽ ആവുന്നത് കൊണ്ടും അതുപോലെ തന്നെ പ്ലാസ്റ്റർ റീ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് സോളിഡ്സ് കാരണമാണ് കൺസോൾട്ടേഷൻ സംഭവിക്കുന്നത്. എന്നാൽ കോമ്പാക്ഷൻ ഉണ്ടാകുന്നത് നമ്മൾ കോമ്പാക്ട് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്നത് വെച്ചാൽ ഈ സോയിലിനകത്തുള്ള എയർ എക്സ്പെൽ ആവുകയാണ് ചെയ്യുന്നത്. വാട്ടർ അല്ല, എയർ ആണ് എക്സ്പെൽ ആവുന്നത്. അതാണ് കോമ്പാക്ഷൻ എന്ന് പറഞ്ഞത്. ആൻഡ് ദിസ് കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ ടൈം ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് നമ്മൾ കുറേ ദിവസം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു കോമ്പാക്ഷൻ കൊടുക്കുകയാണെങ്കിലും അവിടെ ടൈം കൂടുന്നതനുസരിച്ച് കോമ്പാക്ഷൻ കൂടിക്കൊണ്ടിരിക്കത്തൊന്നുമില്ല. അത് ടൈം ഇൻഡിപെൻഡൻ്റ്. പക്ഷേ കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ടൈം കൂടുന്നതനുസരിച്ച് കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇനി കോമ്പാക്ഷൻ നമ്മൾ എപ്പോഴും പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡ്രൈ ഡെൻസിറ്റി ആണ്. പക്ഷേ കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എഫക്റ്റീവ് സ്ട്രെസ് ആണ്. ഇനി വാട്ട് ആർ CU ആൻഡ് CD ടെസ്റ്റ് എന്നാണ് ചോദിക്കുന്നത്. CU എന്ന് പറഞ്ഞാൽ കൺസോളിഡേറ്റഡ് അൺട്രെയിൻഡ് ടെസ്റ്റ് എന്നാണ് അർത്ഥം. അതായത് നമ്മുടെ കൺസോൾട്ടേഷൻ ടെസ്റ്റിൽ 2 സ്റ്റേജാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് കൺസോൾട്ടേഷൻ സ്റ്റേജും രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഷിയറിംഗ് സ്റ്റേജും. ഈ കൺസോൾട്ടേഷൻ സ്റ്റേജിൽ നമ്മൾ ഡ്രെയിനേജ് പെർമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൺസോളിഡേറ്റഡ് ആൻഡ് നോട്ട് പെർമിറ്റഡ് ഇൻ ഷിയറിംഗ് സ്റ്റേജ്. അതായത് ഡ്രെയിനേജ് ഷിയറിംഗ് സ്റ്റേജിൽ പെർമിറ്റ് ചെയ്യുന്നില്ല, പക്ഷേ കൺസോളിഡേഷൻ സ്റ്റേജിൽ പെർമിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അതിനെ കൺസോളിഡേറ്റഡ് അൺട്രെയിൻഡ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, കൺസോളിഡേറ്റഡ് അൺട്രെയിൻഡ് ടെസ്റ്റ്. ഇനി കൺസോളിഡേറ്റഡ് ഡ്രെയിൻഡ് ടെസ്റ്റ് ഉണ്ട്. അതായത് ഡ്രെയിനേജ് എന്ന് പറയുന്നത് കൺസോൾട്ടേഷൻ സ്റ്റേജിലും ഷിയറിംഗ് സ്റ്റേജിലും പെർമിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? കൺസോളിഡേറ്റഡ് ഡ്രെയിൻഡ് ടെസ്റ്റ് എന്ന് വിളിക്കും. Then, how is specific gravity soil sample determined in the lab? Explain with the neat sketches എന്നാണ്. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി ലാബിൽ കണ്ടുപിടിക്കാനായിട്ട് മെയിനായിട്ട് പൈക്നോമീറ്റർ മെത്തേഡും ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡുമാണ് ഉള്ളത്. ഓക്കെ, ഡെൻസിറ്റി ബോട്ടിൻ്റെ സൈസ് വരുന്ന 50 cc, 500 cc ആണ് പൈക്നോമീറ്ററിൻ്റെ വരുന്നത്. ആൻഡ് ഇതിൽ ഏറ്റവും ആക്യുറേറ്റ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ബോട്ടിലാണ്. ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് സോയിലിനും സ്യൂട്ടബിൾ ആണ്. എന്നാൽ പൈക്നോമീറ്റർ എന്ന് പറയുന്നത് കോഴ്സ് ഗ്രൈൻഡ് സോയിൽസിന് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇനി പറയുന്നത് സെയിം ആണ്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ empty വെയിറ്റ് ഓഫ് കണ്ടെയ്നർ എടുക്കുക. എന്നിട്ട് ആ കണ്ടെയ്നറിലേക്ക് നമ്മുടെ ഡ്രൈ സോയിൽ, ഓവൻ ഡ്രൈഡ് സോയിൽ നമ്മൾ ഇടുക. ഓക്കെ, എന്നിട്ട് ഈ കണ്ടെയ്നറും ആ പൈക്നോമീറ്ററും ഓവൻ ഡ്രൈഡ് സോയിലും കൂടിയുള്ള വെയിറ്റ് എടുക്കുക. അതാണ് W2 എന്ന്. അപ്പോൾ ആദ്യം നമ്മൾ പൈക്നോമീറ്ററിൻ്റെ വെയിറ്റ് എടുക്കും. കണ്ടെയ്നർ എന്ന് ഉദ്ദേശിക്കുന്നത് പൈക്നോമീറ്ററാണ്. empty വെയിറ്റ് ഓഫ് പൈക്നോമീറ്റർ, അതാണ് W1. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഓവൻ ഡ്രൈഡ് സോയിൽ ഇട്ടു. അപ്പോൾ അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ W2 ആണ്. ഇനി റിമൈനിങ് വോളിയം പൈക്നോമീറ്റർ ഗ്രാജുവലി ഫിൽഡ് വിത്ത് ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ കെറോസിൻ. ഒന്നുകിൽ നമ്മൾ ആ പൈക്നോമീറ്ററിലേക്ക് ഇവിടെ ഫിഗർ കാണും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ empty വെയിറ്റ് ആണ്. ഇത് പൈക്നോമീറ്ററിൽ കുറച്ച് ഡ്രൈ സോയിൽ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗം മുഴുവൻ എന്ത് ചെയ്യും? നമ്മൾ വാട്ടർ കൊണ്ട് ഫില്ല് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വെയിറ്റ്, അതായത് പൈക്നോമീറ്റർ പ്ലസ് സോയിൽ പ്ലസ് വാട്ടർ, അതിൻ്റെ വെയിറ്റ് ആണ് W3 എന്ന്. ഇനി W4 എന്ന് പറഞ്ഞാൽ ദ വെയിറ്റ് ഓഫ് പൈക്നോമീറ്റർ സോയിൽ ആൻഡ് വാട്ടർ ഈസ് ഒബ്റ്റൈൻഡ് W3. ഓക്കെ, ഇനി ലാസ്റ്റ് ദ ബോട്ടിൽ ഈസ് എംപ്റ്റീഡ്. ബോട്ടിൽ എംപ്റ്റി ചെയ്യുക. എന്നിട്ട് പൈക്നോമീറ്ററും ആ പൈക്നോമീറ്ററിനകത്ത് ഫുള്ള് വാട്ടർ നിറച്ചതിന് ശേഷമുള്ള വെയിറ്റ് കണ്ടുപിടിക്കുക. അതാണ് W4 എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? വെയിറ്റ് ഓഫ് സോയിൽസ് ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് വാട്ടർ ഓഫ് വോളിയം ഈക്വൽ ടു ദാറ്റ് ഓഫ് സോളിഡ്സ്. നമ്മുടെ സോളിഡ്സിൻ്റെ എത്രയാണോ വോളിയം അതിന് ഈക്വൽ ആയിട്ടുള്ള വാട്ടറിൻ്റെ വെയിറ്റ്. ഓക്കെ, അപ്പോൾ അത് കിട്ടാനായിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കാണാതെ പഠിച്ചു വയ്ക്കുക. അതായത് വെയിറ്റ് ഓഫ് സോളിഡ്സ് നമുക്ക് എങ്ങനെ കിട്ടും? W2 - W1 ചെയ്യുമ്പോൾ കിട്ടും. കാരണം W2 നിന്നും പൈക്നോമീറ്റർ പ്ലസ് ഡ്രൈ സോയിൽ നിന്നും പൈക്നോമീറ്ററിൻ്റെ വെയിറ്റ് പറയുമ്പോൾ നമുക്ക് ഡ്രൈ സോയിലിൻ്റെ വെയിറ്റ് കിട്ടും. അത് ഓക്കെയാണ്. ഇനി വെയിറ്റ് ഓഫ് വാട്ടർ കിട്ടാനായിട്ട് W3 - W2 ആണ്. അതായത് നമ്മുടെ ഈ സോയിൽ പോയിട്ട് ബാക്കി എത്ര വെള്ളം ഉണ്ടായിരുന്നു സോയിൽ പോയിട്ട്, അതാണ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഇനി വെയിറ്റ് ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുന്നത്, അതായത് ഇവിടെ ഫുള്ള് വാട്ടർ നിറഞ്ഞിരുന്നപ്പോഴാണ് W4 - W1 ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഒരു റിലേഷൻ കാണാൻ പഠിച്ച് വയ്ക്കുക. ഓക്കെ, ഇങ്ങനെ നമ്മൾ വിത്ത് ദ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞ് അതാണ് ഈ ഫിഗറെല്ലാം വരയ്ക്കണം. ഇനി ഒരു ക്വസ്റ്റ്യൻ, 9 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഈ 1000 cc കോർക്കട്ട് വെയിങ് 946.8 gram വാസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ഇൻ സിറ്റു യൂണിറ്റ് വെയിറ്റ് ഓഫ് ആൻ എംബാക്ക്മെൻറ്റ്. അപ്പോൾ ഇവിടെ 946.8 ആണ് അവിടുത്തെ എന്താണ് വെയിറ്റ് ഓഫ് സോയിൽ എന്ന് പറഞ്ഞത്. വെയിറ്റ് ഓഫ് കോർ കട്ടറാണിത്. ഓക്കെ, വെയിറ്റ് ഓഫ് കോർ കട്ടർ ഫിൽഡ് വിത്ത് സോയിൽ എന്ന് പറഞ്ഞാൽ 2770.6 gram ആണ്. അപ്പോൾ നമുക്ക് ഇതിന് വെയിറ്റ് ഓഫ് സോയിൽ ഇതിനായിട്ട് ഇതിൻ്റെ രണ്ടിനും കൂടി ഡിഫറൻസ് എടുക്കാം. ഓക്കെ, ലബോറട്ടറി ടെസ്റ്റ് ഓൺ ദ സാമ്പിൾ ഇൻഡിക്കേറ്റഡ് എ വാട്ടർ കണ്ടൻറ്റ് ഓഫ് 10.45%. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് തന്നിട്ടുണ്ട് 10.45 ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് 2.65 ആണ്. ഇനി വോളിയം ഓഫ് കോർ കട്ടർ എത്രയാണ്? 1000 cc ആണ് തന്നിരിക്കുന്നത്. ഡിറ്റർമിൻ ദ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ആണ് ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ വെയിറ്റ് ഓഫ് സോയിൽ ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ആണ്. ടോട്ടൽ വെയിറ്റ് ഓഫ് സോയിൽ എന്ന് പറയുന്നത് നമുക്കിവിടെ അറിയാം. ടോട്ടൽ വോളിയം 1000 ആണെന്ന് പറയാം. സോ നമുക്ക് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് കിട്ടി. ഇനി ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ഗാമ-D കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഗാമ-D = ഗാമ ഡിവൈഡ് ബൈ 1 + W. ഇതിൽ ഗാമയാണ് നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചത് ബൾക്ക് യൂണിറ്റ് വെയിറ്റ്.
അത് 17.88 എന്ന് കിട്ടും. ഇത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കാര്യമുള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഗ്രാം പെർ സി സിയിലാണ് കിട്ടുന്നത്. അതിന് നമ്മൾ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിലോട്ട് ആക്കിയിട്ടുണ്ട്. അത്രയും ഞാനിവിടെ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, യൂണിറ്റ് കൺവേർഷനൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ ഗാമയുടെ ഇവിടെ 1+W എന്ന് പറയുന്നത് വാട്ടർ കണ്ടൻ്റാണ്. വാട്ടർ കണ്ടൻറ്റ് നമുക്ക് ഇവിടെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 10.45% പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഡെസിമലിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അത് കിട്ടി. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്തുവാ? വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഗാമ ഡിയുടെ ഒരു ഇക്വേഷൻ ഉണ്ട്, ജി ഗാമ ഡിവൈഡ് ബൈ 1+C. അതിൽ ജി സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് 2.65. നമുക്ക് ഇതിൽ നിന്ന് ഇ ആണ് കണ്ടുപിടിക്കുന്നത്. സോ ഇ ഈസ് ഈക്വൽ ടു 0.605 എന്ന് കിട്ടും. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞേക്കുന്നു പറഞ്ഞാൽ, ഓക്കെ, ഇവിടെ ഇപ്പോൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഈ ഒരു കേസിൽ കണ്ടുപിടിച്ചിട്ടില്ല. നിങ്ങൾക്ക് കണ്ടുപിടിക്കാം എങ്ങനെയാണ്? ഇ എസ് ഇസ് ഈക്വൽ ടു WG എന്നുള്ള ഇക്വേഷനിൽ എസ് ഇസ് ഈക്വൽ ടു WG/E എന്നുള്ള ഇക്വേഷനിൽ വാട്ടർ കണ്ടൻറ്റ് ഏതെടുക്കണം? ഇവിടെ 10.45%. അപ്പോൾ 0.145 എന്ന് ഇടുക. അപ്പോൾ 10.1045 എന്ന് എടുക്കുക. സ്പെസിഫിക് ഗ്രാവിറ്റി 2.65 ഡിവൈഡ് ബൈ വോയിഡ് റേഷ്യോ നമുക്ക് കിട്ടിയത് 0.605. ഇത് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കിട്ടാം. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇഫ് ദ എംപാക്മെൻറ്റ് ഗെറ്റ് സാച്ചുറേറ്റഡ് ഡ്യൂ ടു റെയിൻ കാരണം എംപാക്മെൻറ്റ് സാച്ചുറേറ്റഡ് ആവുന്നുണ്ട്. കാൽക്കുലേറ്റ് ദ വാട്ടർ കണ്ടൻറ്റ് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റും കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ടർ കണ്ടൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? വാട്ടർ കണ്ടൻറ്റ് ഈസ് ഈക്വൽ ടു ESS/WG. ഈ ഇക്വേഷനിൽ നിന്ന് W എടുത്തു. അതിൽ സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ എസ് ഇസ് ഈക്വൽ ടു 1 ആവും. ഇയും ജിയും നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂസ് തന്നെ. ഓക്കെ, ഇനി ഗാമ സാറ്റ് കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മുടെ ഇക്വേഷൻ ഉണ്ട് കേട്ടോ. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ G+E ഇൻറ്റു ഗാമ W ഡിവൈഡ് ബൈ 1+C എന്നാണ്. ഈ ഇക്വേഷൻസൊക്കെ ഫസ്റ്റ് ചാപ്റ്ററിൽ കുറേ ഇക്വേഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് പഠിക്കുക. ഓക്കെ, അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഗാമ സാറ്റ് കിട്ടും. ഇനി ഡിറൈവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ആൻഡ് വാട്ടർ കണ്ടന്റ് ഓഫ് സോയിൽ യൂസിംഗ് ദ കൺസെപ്റ്റ് 3-phase സോയിൽ സിസ്റ്റം. ഓക്കെ, നമുക്ക് എന്താണ് ബൾക്ക് യൂണിറ്റ് വെയിറ്റും വാട്ടർ കണ്ടൻറ്റും തമ്മിലുള്ള റിലേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ബൾക്ക് യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ വെയിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയമാണ്. ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് വാട്ടർ പ്ലസ് വെയിറ്റ് ഓഫ് സോയിലാണ്. നമ്മൾ വെയിറ്റ് ഓഫ് എയർ എടുക്കത്തില്ല. കാരണം എന്താണ്? എയറിന് വെയിറ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് നമ്മളിവിടെ എഴുതി. ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് സോളിഡ്സ് പ്ലസ് ടോട്ടൽ വോളിയം ഓഫ് വോയിഡ്സ് ആണ്. വോയിഡാണ് എയറും വാട്ടറും എന്ന് പറയുന്നത്. ഓക്കെ, അത് എഴുതി. ഇനി എന്തെന്ന് ഇതിൽ നിന്നും WS കോമൺ ആയിട്ട് എടുക്കുന്നു. സോ 1+W/WS എന്ന് എടുത്തു. ഇവിടെ നിന്ന് VS കോമൺ എടുക്കുന്നു. സോ 1+VV/VS എടുത്തു. ഇനി നമുക്കറിയാം WW/WS, അതായത് വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടൻറ്റിൻ്റെ ഇക്വേഷനാണ്. അതുപോലെ വോളിയം ഓഫ് വോയിഡ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത് വോയിഡ് റേഷ്യോയുടെ ഇക്വേഷനാണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ അതേപോലെ ഈ WS/VS എന്ന് പറയുന്നത് ഗാമ എസ് ആണ്. അതായത് എന്താണ്? സോളിഡ്സിൻ്റെ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ സോളിഡ്സ്. അതാണ് വെയിറ്റ് ഓഫ് സോളിഡ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോളിഡ്. അതാണ് അവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. വെയിറ്റ് ഓഫ് സോളിഡ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സോളിഡ്. അതാണ് ഗാമ എസ് എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ഇങ്ങനൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. G is equal to gamma S by gamma W എന്ന്. അതിൽ നിന്ന് നമ്മൾ ഗാമ എസ് എന്ത് എഴുതി? G gamma W എന്ന് എഴുതി. സോ അതാണ് ഞാനിവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. G gamma W ഇൻറ്റു 1+. ഇതിന് നമ്മൾ W എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇതിന് നമ്മൾ E എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടും. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി 3-phase സോയിൽ സിസ്റ്റം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് ഈ ഗ്രാഫ് എല്ലാം ഈ ഒരു ഫിഗർ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞു വോളിയം ഓഫ് എയർ, വോളിയം ഓഫ് വാട്ടർ ആൻഡ് വോളിയം ഓഫ് സോൾസ്. വോളിയം ഓഫ് എയർ പ്ലസ് വോളിയം ഓഫ് വാട്ടറാണ് വോളിയം ഓഫ് വോയിഡ് എന്ന് പറയുന്നത്. ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വോയിഡ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് ആണ്. ഇനി 1 cubic ഓഫ് വെറ്റ് സോയിൽ വെയ്റ്റ്സ് 20 kN ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് ഡ്രൈ വെയിറ്റ് ഈസ് 18 kN ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. ഡിറ്റർമിൻ വാട്ടർ കണ്ടൻറ്റ് ആദ്യം കണ്ടുപിടിക്കാം. വാട്ടർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് സോയിൽസ് ആണ്. ഇവിടെ വെറ്റ് സോയിലിൻ്റെ വെയിറ്റ് 20 എന്നും ഡ്രൈ സോയിലിൻ്റെ 18 എന്നും. അപ്പോൾ വെയിറ്റ് ഓഫ് വാട്ടർ നമുക്ക് കണ്ടുപിടിക്കുക. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അതേ ഇവിടെ വെയിറ്റ് ഓഫ് സോളിഡ് എന്ന് പറഞ്ഞാൽ ഡ്രൈ വെയിറ്റ് ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വാട്ടർ കണ്ടൻറ്റ് കിട്ടും. പോറോസിറ്റി വേണം. വോളിയം ഓഫ് വോയിഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം എന്നാണ് നമുക്ക് അറിയാമെന്നുള്ള ഒരേ ഒരു ഇക്വേഷൻ. നമ്മൾ അതിനെ വോളിയം ഓഫ് വോയിഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ വോളിയത്തിൽ നിന്നും വോളിയം ഓഫ് സോളിഡ് കുറച്ചാൽ വോളിയം ഓഫ് വോയിഡ് കിട്ടും. ഓക്കെ, ടോട്ടൽ വോളിയത്തിൽ നിന്നും വോളിയം ഓഫ് സോളിഡ് കൊടുക്കുക. അപ്പോൾ വോളിയം ഓഫ് വോയിഡ്. ഇനി ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. VV/V മൈനസ് VS/V എന്ന് എഴുതാം. അപ്പോൾ 1 മൈനസ് VS/V എന്ന് എഴുതി. ഇനി ഈ VSനെ എനിക്ക് മാറ്റണം. VSനെ മാറ്റാനായിട്ട് നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞതേ നമ്മളിപ്പോൾ റോ എന്നിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് റോ എന്നോ ഗാമ എന്നോ എന്ത് വേണമെങ്കിലും എടുക്കാം. അത് റോ എസ് എന്ന് പറയാം. നമ്മൾ നേരത്തെ ഗാമ എസ് ഇക്വൽ ടു WS ഡിവൈഡ് ബൈ VS എന്ന് എഴുതുന്നത്. അതേപോലെ ഇവിടെ റോ എസ് ഇക്വൽ ടു MS/VS എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കിതിവിടെ WS എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഏതാണെങ്കിലും നമ്മൾ ഏതാണോ എടുക്കുന്നത് അതുപോലെ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഗാമ എസ് ഇസ് ഈക്വൽ ടു
ഗാമ എസ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു എസ് ബൈ വി എസ് എന്നെടുത്തു. ആൻഡ് അതിൽ നിന്നും വി എസ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു എസ് ബൈ ഗാമ എസ് എന്നെടുത്തു. ഇനി ഈ ഗാമ എസിൻ്റെ വാല്യൂ നമുക്കറിയാം ജി ഗാമ ഡബ്ല്യു ആണ്. സോ ഡബ്ല്യു എസ് ഡിവൈഡഡ് ബൈ ജി ഗാമ ഡബ്ല്യു. അപ്പോൾ വി എസിൻ്റെ വാല്യൂ എന്ത് വരുന്നു? ഡബ്ല്യു എസ് ഡിവൈഡ് ബൈ ജി ഗാമ ഡബ്ല്യു വന്നു. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. ഡിവൈഡഡ് ബൈ വി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് എഴുതാമല്ലോ. വെയിറ്റ് ഓഫ് സോൾട്സ് നമുക്ക് തന്നിട്ടുണ്ട് 18 ആണ്. ജി തന്നിട്ടുണ്ട്. ഗാമ ഡബ്ല്യു 9.81 ആയിട്ട് എടുക്കണം. കാരണം ഇവിടെ എല്ലാം കിലോ ന്യൂട്ടണിലെ വാല്യൂസാണ് പറയുന്നത്. അതെടുത്തു. ഇനി വോയിഡ് റേഷ്യോ പോറോസിറ്റി ഉണ്ടെങ്കിൽ വോയിഡ് റേഷ്യോ നമുക്ക് റിലേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. n ഡിവൈഡ് ബൈ 1 - n സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. ഇനി ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇ എസ് ഇസിക്കൽ ഡബ്ല്യു ജി എന്നുള്ള ഇക്വേഷനിൽ നിന്നും എസ് ഇസിക്കൽ ഡബ്ല്യു ജി ബൈ ഇ എടുക്കുക. നമുക്ക് അതിൻ്റെ എസിൻ്റെ വാല്യൂ കിട്ടും. ഇനി ഒരു കാര്യം ഇവിടെ വേറൊരു കാര്യമാണ്, ഓൾസോ ഡ്രോ എ ഫേസ് ഡയഗ്രാം ഫോർ ദ ഗിവൺ കണ്ടീഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ വോളിയം 1 മീറ്റർ ക്യൂബാന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ എഴുതി. ഇനി വോളിയം ഓഫ് സോളിഡ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വോളിയം ഓഫ് സോളിഡ് കിട്ടാൻ നേരം ഡബ്ല്യു എസ് ബൈ ജി ഗാമ ഡബ്ല്യു ചെയ്യുമ്പോൾ വോളിയം ഓഫ് സോളിഡ് 0.687 എന്ന് കിട്ടും. ബാക്കിയുള്ള എന്താണ്? വോളിയം ഓഫ് വോയിഡ് ആണ്. അപ്പോൾ അത് നമ്മൾ ഇവിടെ എഴുതി. ഇനി മാസ് ഓഫ് വെയിറ്റ്, ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 20 കിലോ ന്യൂട്ടൺ ആണെന്ന് പറയുന്നത്. സോ നമ്മൾ ടോട്ടൽ വെയിറ്റും 20 കിലോ ന്യൂട്ടൺ എന്ന് കാണിച്ചു. ഇനി വെയിറ്റ് ഓഫ് വാട്ടർ നമ്മളിവിടെ 2 കിലോ ന്യൂട്ടൺ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. സോ ആ 2 ഇവിടെ കാണിച്ചിട്ടുണ്ട്, 2 കിലോ ന്യൂട്ടൺ. സോളിഡിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 18 കിലോ ന്യൂട്ടൺ ആണ്. ആ 18 ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി ലിസ്റ്റ് ദ ലിമിറ്റേഷൻസ് യൂസിങ് സ്റ്റോക്സ് ലോ ഇൻ സെഡിമെൻറ്റേഷൻ അനാലിസിസ് ആണ്. ഇത് ഞാൻ പറയുന്നില്ല, ഇത് ഫുൾ തിയറിയാണ്. ഓക്കെ, ഞാനതുകൊണ്ട് പറയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് വായിച്ചിട്ട്, ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ സ്വന്തമായിട്ട് പഠിച്ച് എഴുതുക. ഇനി ടെസ്റ്റ് ഫോർ റിലേറ്റീവ് ഡെൻസിറ്റി ഇൻ സോയിൽ വാസ് പെർഫോംഡ് ബൈ ഡിഗിങ് എ സോയിൽ ഇൻ ദ സോയിൽ. ഓക്കെ, നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ആദ്യം അറിയണം. റിലേറ്റീവ് ഡെൻസിറ്റിയെ നമ്മൾ എന്താണ് ഡെൻസിറ്റി ഇൻഡെക്സ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ 2 ഇക്വേഷനാണ് നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റിക്ക് ഉള്ളത്. ഐ ഡി ഈസ് ഈക്വൽ ടു, ഒരു ഇക്വേഷൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് 1 ബൈ ഗാമ ഡി മിനിമം, അതായത് ഡ്രൈ യൂണിറ്റ് വെയിറ്റ്, മിനിമം ഡ്രൈ യൂണിറ്റ് വെയിറ്റും 1 ബൈ ഗാമ ഡി ഡ്രൈ യൂണിറ്റ് വെയിറ്റ് അറ്റ് നാച്ചുറൽ സ്റ്റേറ്റ്. ഇനി ഇവിടെ പറയുന്നത് ഗാമ ഡി മിനിമം, ഗാമ ഡി മാക്സ് എന്ന് പറഞ്ഞാൽ ഡ്രൈ യൂണിറ്റ് വെയിറ്റ്, മാക്സിമം ഡ്രൈ യൂണിറ്റ് വെയിറ്റ്. ഓക്കെ, ഇതല്ലാണ്ട് നമുക്ക് വോയിഡ് റേഷ്യോയുടെ ടേമിലുണ്ട്. ദാറ്റ് ഈസ് ഇ മാക്സ് മൈനസ് ഇ ഡിവൈഡഡ് ബൈ ഇ മാക്സ് മൈനസ് ഇ മിനിമം. ഇങ്ങനെയും ഇക്വേഷൻ ഉണ്ട്. ഇത് 2 ഇക്വേഷനും അറിഞ്ഞിരിക്കാം. ഓക്കെ, നമുക്കപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഇപ്പോൾ ഈ ഇക്വേഷനിൽ ഗാമ ഡി മിനിമവും ഗാമ ഡി മാക്സും കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഗാമ ഡി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കാൻ ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഞാനിനി പറയുന്ന എക്സ്പ്ലനേഷൻ കേൾക്കാം. അപ്പോൾ ഗാമ ഡി എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് സോളിഡ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ആണ്. വെയിറ്റ് ഓഫ് സോളിഡ് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. ഓവൻ ഡ്രൈയിങ്ങിന് ശേഷം വെയിറ്റ് 7.8 ന്യൂട്ടൺ ആയിരുന്നു. സോ 7.8 ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് 400 ml ഹോളിൽ നിന്നുമാണ് ഈ വെയിറ്റ്, ഈ ഒരു സോയിലിന് ഡിഗ് ചെയ്തെടുക്കുന്നത്, എക്സ്കവേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് 9 ന്യൂട്ടണും ഓവൻ ഡ്രൈയിന് ശേഷം 7.8 ന്യൂട്ടൺ എന്നാണ് പറഞ്ഞത്. സോ ഇവിടുത്തെ ടോട്ടൽ വെയിറ്റ് വോളിയം എത്രയാണ്? 400 ml തന്നെയാണ്. അത് ഞാൻ അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ലൂസസ്റ്റ് സ്റ്റേറ്റിലായിരിക്കും ഡ്രൈ ഡെൻസിറ്റി ഏറ്റവും മിനിമം ആയിട്ടുള്ളത്. സോ നമ്മൾ ലൂസസ്റ്റ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ പറഞ്ഞു ലൂസ് സ്റ്റേറ്റിൽ നമ്മളൊരു വെസലിലേക്ക് നമ്മൾ ഈ 4 ന്യൂട്ടൺ സോയിലിനെടുത്ത് ഇട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വോളിയം 270 എന്ന് പറഞ്ഞു. അപ്പോൾ 4 ഡിവൈഡ് ബൈ 270 ചെയ്യുമ്പോൾ നമുക്ക് അവിടെ, അതായത് വെയിറ്റ് ബൈ വോളിയം, വെയിറ്റ് എന്ന് പറഞ്ഞാൽ 4 ആണ്, വോളിയം എന്ന് പറഞ്ഞാൽ 270 ആണ്. സോ ഇവിടെ നമ്മൾ ന്യൂട്ടൺ പെർ മില്ലി ലിറ്ററിനൊന്നും മാറ്റാൻ നിൽക്കേണ്ട, നമുക്കെല്ലാം ക്യാൻസലായി പോകുന്നതുകൊണ്ട് അതായത് പോലെ ഇട്ടാൽ മതി. ഇനി ഡെൻസിറ്റി സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി വരുന്നത്, ഗാമ ഡി മാക്സ് വരുന്നത്. അപ്പോൾ സെയിം വെയിറ്റ് ഓഫ് സോയിലിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു കോമ്പാക്ട് ചെയ്തിട്ട്, അതായത് 4 ന്യൂട്ടണിനെ തന്നെ നമ്മൾ കോമ്പാക്ട് ചെയ്ത്, അപ്പോൾ നമുക്ക് 200 ml ആണ് വോളിയം കിട്ടുക. അപ്പോൾ 4 ഡിവൈഡ് ബൈ 200. അപ്പോൾ ഗാമ ഡി അറിയാം, ഗാമ ഡി മിനിമം, ഗാമ ഡി മാക്സ് അറിയാം. ഡയറക്റ്റ് ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി an undisturbed soil sample of clay brought from the field was noted to have a volume of 18 cc എന്ന് പറയുന്നുണ്ട്. ആൻഡ് വെയിറ്റ് തന്നിട്ടുണ്ട് 30.8 ആണ്. അപ്പോൾ ഇതിൻ്റെ ഓവൻ ഡ്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ വെയിറ്റ് എന്നത് 20.5 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനിഷ്യൽ വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കാമല്ലോ. അത് നമ്മുടെ ടോട്ടൽ വെയിറ്റ് 30.8 നിന്ന് ഈ 20.5, അതായത് ഓവൻ ഡ്രൈ വെയിറ്റ് കുറയ്ക്കുമ്പോൾ അവിടുത്തെ മാസ് ഓഫ് വാട്ടർ കിട്ടും. അതേ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഈ ഓവൻ ഡ്രൈ സാമ്പിൾ മാസ് ഓഫ് സോൾട്സ് ചെയ്യുമ്പോൾ നമുക്ക് വാട്ടർ കണ്ടൻറ്റ് കിട്ടും. ഓക്കെ, 50.24%. ദ വോളിയം ഓഫ് ഡ്രൈഡ് സാമ്പിൾ വാസ് ഒബ്റ്റൈൻഡ് എന്ന് പറയുന്നത് 12.5 cc ആണ്. കാൽക്കുലേറ്റ് ശ്രിങ്കേജ് ലിമിറ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി സോഴ്സ്, വാട്ട് ഈസ് ശ്രിങ്കേജ് റേഷ്യോ എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ ശ്രിങ്കേജ് ലിമിറ്റിന് നമ്മൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വയ്ക്കണം. ഇനിഷ്യൽ വാട്ടർ കണ്ടൻ്റ് ആണ് W1 എന്ന് പറയുന്നത്, ശ്രിങ്കേജ് ലിമിറ്റാണ് WS എന്ന് ഡിനോട്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് W1 മൈനസ് V1 മൈനസ് VD ഇൻറ്റു ഗാമ W ഡിവൈഡ് ബൈ WD ആണ്. V1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിഷ്യൽ ആയിട്ടുള്ള വോളിയം എത്രയായിരുന്നു? 18 cc ആയിരുന്നു. എന്നിട്ട് ശ്രിങ്കേജ് ആയതിനു ശേഷം 12.5 cc എന്നാണ് പറയുന്നത്.
ഇനി W എന്ന് പറയുന്നത് ഡ്രൈ സ്റ്റേറ്റിൽ, അതായത് 20.5 ഓവൻ ഡ്രൈ ചെയ്തതിനുള്ള ശേഷമുള്ള വെയിറ്റ്. W1 എന്ന് പറയുന്നത് ഇവിടുത്തെ ഇനിഷ്യൽ വാട്ടർ കണ്ടൻറ്റ്. അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കാര്യമുള്ളൂ. പിന്നെ നമ്മൾ ചോദിച്ചത് ശ്രിങ്കേജ് റേഷ്യോ ആണ്. അതിനും ഇക്വേഷൻ ഉണ്ട്, WD/VD × ρW. അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ബാക്കി എല്ലാ കാര്യം നമുക്കറിയാം. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 1/1/SR ശ്രിങ്കേജ് റേഷ്യോ മൈനസ് ശ്രിങ്കേജ് ലിമിറ്റ് /100 ചെയ്യുക. ശ്രിങ്കേജ് റേഷ്യോ ശ്രിങ്കേജ് ലിമിറ്റ് നമ്മളിപ്പോഴായിട്ട് കണ്ടുപിടിച്ചതേ ഉള്ളൂ. ഏതാ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു, ശ്രിങ്കേജ് ലിമിറ്റ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, വാട്ടർ കണ്ടൻറ്റ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അത് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ എന്ത് കിട്ടും? സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.